ചാനൽ ട്രിനിറ്റി വോയിസ്. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനേ, ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് സെക്ഷൻ ഉൽപ്പത്തി 10:20-21. ജനസിസ് ചാപ്റ്റർ 10 വേർഡ്സ് 20 and 21. ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ഹാമിൻ്റെ പുത്രന്മാർ. These are the sons of Ham after their families, after their tongues, in their countries and in their nations. ഏബരിൻ്റെ പുത്രന്മാർക്കൊക്കെ പിതാവും യാഫത്തിന് ജ്യേഷ്ഠനായ ഷേമിനും പുത്രന്മാർ ജനിച്ചു. Unto Shem also, the father of all the children of Eber, the brother of Japheth, the elder, even to him were children born. ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വാറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക്. Can you sense God's passion for you in this verse? God deeply loves you and desires you love in return. He longs for you to know Him and spend time with Him. This is why learning to love God and be loved by Him should be the greatest objective of your life. Nothing else comes close in importance. Jesus called it the greatest commandment. He said, "Love the Lord your God with all your heart and with all your soul and with all your mind." This is the first and greatest commandment. God smiles when we trust Him completely. The second reason Noah pleased God was that he trusted God, even when it didn't make sense. The Bible says, by faith Noah built a ship in the middle of dry land. He was warned about something he could not see and acted on what he was told. As a result, Noah became intimate with God. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം. പ്രോവർബ്, സദൃശവാക്യം. Proverbs chapter 9 verse 14. സദൃശവാക്യങ്ങൾ 9:14-15. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന് for she sitteth at the door of her house on a seat in the high places of the city. അവൾ പട്ടണത്തിലെ മേടകളിൽ നിന്ന് തൻ്റെ വീട്ടുവാതിൽക്കൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. To call passengers who go right on their ways. നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം. മാത്യു ചാപ്റ്റർ 3 വേർഡ്സ് 4. മത്തായി എഴുതിയ സുവിശേഷം 3:4 വാക്യം. അദ്ദേഹത്തിൻ്റെ 4 വാക്യം. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും
അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു. ആൻഡ് ദ സെയിം ജോൺ ഹാഡ് ഹിസ് raiment of camel's hair and the leathern girdle about his loins, and his meat was locusts and wild honey. ഇനി നമുക്ക് 5th സെഷനിലേക്ക് പോവാം. ക്ഷമിക്കുന്ന ദൈവസ്നേഹം. യിരെമ്യാവ് 31 മുതൽ 34 വരെ. ഇസ്രായേൽ ജനം കഷ്ടം അനുഭവിക്കുവാൻ പോകുന്നു എന്ന് യിരെമ്യാവ് കണ്ടു. ദൈവവുമായുള്ള ഉടമ്പടി അവർ ലംഘിച്ചു. എന്നാൽ ദൈവം തൻ്റെ ജനത്തോട് ഒരു പുതിയ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന കാലവും അവൻ മുൻകൂട്ടി കണ്ടു. യഹോവ പറയുന്നു, ഞാൻ എൻ്റെ ജനത്തെ കൈപിടിച്ച് ഈജിപ്തിൽ നിന്ന് നയിച്ചു, എന്നിട്ടും അവർ ഉടമ്പടി കാത്തുകൊണ്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇനി ഒരു പുതിയ ഉടമ്പടി ഞാൻ എൻ്റെ ജനവുമായി ഉണ്ടാക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിലാക്കും, അത് അവരുടെ ഹൃദയത്തിൽ എഴുതി വയ്ക്കും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആയിരിക്കും. യഹോവയെ അറിയുവാൻ ആരും ആരെ ഉപദേശിക്കേണ്ടി വരില്ല. ചെറിയവനും വലിയവനും എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും തെറ്റുകൾ ഒരിക്കലും ഓർക്കാതെയും ഇരിക്കും. യഹോവയെ ഞാൻ ആകുന്നു ഇത് പ്രസ്താവിക്കുന്നത്. ഇനി അടുത്തൊരു സബ് ഹെഡിങ് ആണ്, ദൈവം തെറ്റുകാരെ ശിക്ഷിക്കുന്നു. യിരെമ്യാവ് 52 3 മുതൽ 11 വരെ. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് അനേകം പ്രവാചകന്മാർ ദീർഘനാളുകൾ ജനത്തിന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ അവർ ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും അജ്ഞരായിരിക്കുകയും അവരുടെ വഴികളെ വിട്ട് മാറാതെയും ഇരുന്നു. ഈ കാലത്താണ് നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിനെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമാക്കി തീർത്തത്. BC 587 യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ഏകദേശം 600 വർഷം മുമ്പ് ബാബിലോണിയർ യെരുശലേം പിടിച്ചടക്കി. യഹൂദയിലെ അവസാന രാജാവായ സിദക്കിയാവും ആ കൂട്ടത്തിൽ പിടിക്കപ്പെട്ടു. യഹോവ യഹൂദ ജനത്തോട് അത്യന്തം കോപിക്കുകയും അവരെ വിട്ടുമാറുകയും ചെയ്തു. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനെതിരെ സിദക്കിയാവ് തിരിഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസർ തൻ്റെ സകല സൈനിക ശക്തിയുമായി വന്നു. അവർ യെരുശലേമിന് ചുറ്റും കൂടാരമടിച്ചു. പട്ടണത്തെ ആക്രമിക്കുന്നതിന് സഹായമായി മതിൽ കെട്ടി ഉയർത്തി. യെരുശലേം 2 വർഷത്തോളം ആക്രമണ വിധേയമായി. അവസാനം ജനത്തിന് ഭക്ഷിക്കാൻ ഒന്നുമില്ലെന്ന് വന്നു. അപ്പോൾ അവർ കോട്ട പൊളിച്ച് പുറത്തു വന്നു. ബാബിലോണിയർ നഗരത്തിന് ചുറ്റും ഉണ്ടായിരുന്നിട്ടും സിദക്കിയാവും ഭടന്മാരും രാത്രിയിൽ രക്ഷപ്പെട്ടു. അവർ രാജകീയ ഉദ്യാനത്തിലൂടെയും ഇരുമതിലുകൾക്കിടയിലൂടെയും പോയി. അതിനുശേഷം അവർ യോർദാൻ താഴ്വരയിലേക്ക് ഓടി. എന്നാൽ ബാബിലോണിയർ അവരെ പിന്തുടർന്ന് എരിഹോവിന് സമീപത്ത് വെച്ച് സിദക്കിയാവിനെ കീഴടക്കി. പടയാളികൾ ചിതറി ഓടി. വടക്കേ ഭാഗത്തുള്ള റിബ്ല എന്ന നെബൂഖദ്നേസറിന്റെ നഗരത്തിലേക്ക് സിദക്കിയാവിനെ കൊണ്ടുപോയി. അവിടെ നെബൂഖദ്നേസർ അവനെ തടവിലാക്കി. തൻ്റെ മക്കളെ കൊല്ലുന്നത് സിദക്കിയാവിന് കാണേണ്ടി വന്നു. യഹൂദയിലെ ഉദ്യോഗസ്ഥന്മാരെയും രാജാവ് കൊന്നു. അതിനുശേഷം അവൻ സിദക്കിയാവിൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. അവനെ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. മരണം വരെ അവൻ ബാബിലോണിൽ തടവുകാരനായി. യിരെമ്യാവ് ദൈവത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ അവൻ്റെ മുന്നറിയിപ്പുകൾ ആരും ശ്രദ്ധിച്ചില്ല. ഒടുവിൽ കഠിന ശിക്ഷയെക്കുറിച്ചുള്ള ദൈവിക താക്കീത് സത്യമായി ഭവിച്ചു. ഇനി നമുക്ക് കണ്ടന്റ് എന്താണെന്ന് നോക്കാം. ഇത്ര നേരം നമ്മൾ വായിച്ച വാക്യങ്ങളുടെയൊക്കെ കണ്ടന്റ് ഉള്ളടക്കം. ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ഹാമിൻ്റെ പുത്രന്മാർ. ഈ വംശാവലി ആയതുകൊണ്ട് കൂടുതലും അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെയാണ് ഈ സെഷനിൽ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ കാര്യങ്ങളുണ്ട്. These are the sons of Ham after their families, after their tongues, in their countries and in their nations.
ഏബറിന്റെ പുത്രന്മാർക്കൊക്കെ പിതാവും യാഫത്തിന്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു. Unto Shem also, the father of all the children of Eber, the brother of Japheth, the elder, even to him were children born. ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വയറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിലേക്ക് അതിൻ്റെ ഒരു പോയിന്റ് നമുക്ക് ചിന്തിക്കാം. Jesus called in the greatest commandment. He said, "Thou the Lord your God with all your heart and with all your soul and with all your mind." ഇനി തേർഡ് സെഷനിലേക്ക് പോകാം. പ്രൊവർബ്, അതായത് സദൃശവാക്യങ്ങളാണ് തേർഡ് സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നു പോകുന്നവരെ വിളിക്കേണ്ടതിന്. For she sitteth at the door of her house on a seat in the high places of the city. അവൾ പട്ടണത്തിലെ മേടകളിൽ തൻ്റെ വീടുവാതിൽക്കൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. You call passengers who go right off on their ways. നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം. മത്തായി, സുവിശേഷം. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പായിരുന്നെന്ന് ഇവിടെ കാണാം. അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹാരം വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻറ്റ്ലി.